4 വരി പാതയടക്കം സംസ്ഥാന ബജറ്റിൽ കണ്ണൂരിന് വിവിധ പദ്ധതികൾ. കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം പൂർത്തിയാക്കാൻ 20 കോടിയും അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പരിഗണനയാണ് കണ്ണൂർ മണ്ഡലത്തിന് ലഭിച്ചതെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് വലിയ പരിഗണനയാണ് ലഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി 20 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. ആനയിടക്ക് സിറ്റി റോഡ് വീതി കൂട്ടി പരിഷ്കരിക്കാൻ 15 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ബജറ്റിൽ കണ്ണൂരിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം മേലെ ചൊവ്വ മുതൽ കാഞ്ഞിരോട് വരെയുള്ള 4 വരി പാതയാണ്. പദ്ധതിക്കായി 60 കോടി രൂപയാണ് നീക്കിവെച്ചത്. കണ്ണൂരിന് മികച്ച പരിഗണനയാണ് ബജറ്റിൽ ലഭിച്ചതെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, നിർദ്ദേശിക്കപ്പെട്ടതിൽ ചിലതൊഴിച്ച് ബാക്കിയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ബജറ്റിൽ കണ്ണൂരിനെ പരിഗണിച്ചിട്ടുള്ളത്. നഗരവികസനത്തിന്, അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ റോഡ് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്, ടൂറിസവുമായി ബന്ധപ്പെട്ടതിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ കണ്ണൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനുമൊക്കെ തന്നെ സ്ഥിരമായി സ്വന്തമായ ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ എല്ലാ മേഖലയും പരിഗണിച്ചുകൊണ്ടുള്ള നല്ലൊരു ബജറ്റാണ്. കണ്ണൂരിന് അത്രയും നല്ല ഒരു പരിഗണന തന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശന് പ്രത്യേകമായ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവയുടെ തുടർച്ച കണ്ണൂരിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരിൽ നിന്നുകൂടി നല്ല നിർദ്ദേശങ്ങൾ സമാഹരിച്ചുകൊണ്ട് വരും കാലങ്ങളിലും ചിട്ടപ്പെടുത്താനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഈ നല്ല ബജറ്റ് കണ്ണൂരിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് പറയുക. നടാൽ താഴെച്ചുവ മേൽപ്പാലം സ്ഥലം ഏറ്റെടുക്കുന്നതിന് 2 കോടിയും, വലിയന്നൂർ മുണ്ടേരിമൊട്ട റോഡ് വീതി കൂട്ടി പരിഷ്കരിക്കാൻ 5 കോടിയും, ഏച്ചൂർ നാലാഞ്ചിക്കുളം നവീകരിക്കാൻ 2 കോടിയും, കുടിക്കുമൊട്ട പുറവൂർ കണ്ണൂർ മണ്ഡലം അതിർത്തി വരെയുള്ള റോഡ് സൗന്ദര്യവൽക്കരണത്തിന് 2 കോടിയും, മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ 5 കോടിയും, മുണ്ടേരിയിൽ പൊതുശ്മശാനം നിർമ്മിക്കാൻ 1.5 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. മുണ്ടേരി പക്ഷിസങ്കേതത്തോടനുബന്ധിച്ച് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കും. ഇതിനായി 2 കോടി രൂപയും നീക്കിവെച്ചു. ആനയിടക്ക് റെയിൽവേ മേൽപ്പാലത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 2 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. താഴെച്ചുവ ചക്കരക്കൽ എയർപോർട്ട് റോഡ് നവീകരണത്തിന് 15 കോടി രൂപയാണ് നീക്കിവെച്ചത്. മുണ്ടയാട് മധുക്കോത്ത് റോഡ് ബാക്കി ഭാഗം ടാറിംഗ് നടത്തുന്നതിന് 3 കോടിയും, ഏച്ചൂർ ബാങ്ക് പള്ളിപ്പോയൽ റോഡിന് 2 കോടി രൂപയും, ഹാജിമൊട്ട മാച്ചേരി റോഡിന് 1 കോടിയും, മാപ്പിള ബേ ഹാർബർ അടിസ്ഥാന സൗകര്യ വികസനമൊരുക്കാൻ 1 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത പരിഗണനയാണ് കണ്ണൂർ മണ്ഡലത്തിന് ലഭിച്ചതെന്നും സമർപ്പിക്കപ്പെട്ടതിൽ ഭൂരിഭാഗം പദ്ധതികളും അംഗീകരിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.